ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് അണ്ടത്തോട് നേർച്ചയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അണ്ടത്തോട് നേർച്ച കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തോളമായി. വീഡിയോ എനിക്ക് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കണ്ട കാഴ്ച വീടിന് ഫ്രണ്ടിലുള്ള വീട്ടിൽ ആന വന്ന് നിൽക്കുന്നതായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല സന്തോഷമായി അത് കണ്ടപ്പോൾ. കുട്ടീസിനൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട്. ഒരുപാട് നേർച്ചകൾ കഴിഞ്ഞു പോയി ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അനുഭവം. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആന വന്ന് നിൽക്കാന്ന് പറയുമ്പോൾ, അങ്ങനെ ആനയുടെ കുളിയും പട്ടതീറ്റയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീടിന് ഫ്രണ്ടിൽ കൊടുന്നിട്ട് ആനനെ നിർത്തിയിട്ടോ. അപ്പം അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. നല്ലോണം സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആനന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണുന്ന റെഡ് ഡ്രസ്സ് മൂത്ത താത്താടെ രണ്ടാമത്തെ മോളാണ്. രണ്ടാമത്തെ താത്താടെ ഫസ്റ്റത്തെ മോളും കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് പേടിയായിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും അവൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആനൊക്കെ പോയി. രാത്രി ആയതിനു ശേഷം ഞങ്ങൾ നേർച്ച കാണാൻ വേണ്ടിയിട്ട് ഹൈവേയിലേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ ഹൈവേയിൽ കൂടാണ് എല്ലാ കാഴ്ചകളും മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ഹൈവേയിൽ പോയി നിന്നാൽ എല്ലാ കാഴ്ചകളും കാണാൻ കഴിയും. അത് കാരണം ഞങ്ങൾ ഹൈവേയിലേക്ക് പോയി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ അതിലൂടെ പോകുന്നത് കണ്ടിട്ടോ. ഒരുപാട് ആനകളായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. വീഡിയോയിലൊന്നും അധികം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇതാണ് കേട്ടോ അണ്ടത്തോട് സെൻറ്റർ. അപ്പം അവിടെ നല്ലോണം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവിധ കച്ചവടക്കാരെയും അന്നത്തെ ദിവസം നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാവരുടെയും കൂടെ പുറത്തിറങ്ങുമ്പോൾ ഒരു രസം തന്നെയല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം ഇത്താത്താരും കുട്ടികളും ഉമ്മാൻ്റെ അനിയത്തിയും കുട്ടീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരേ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇതാണ് അണ്ടത്തോട് പള്ളി. നേർച്ചയില്ലാത്ത ദിവസങ്ങളിലൊക്കെ അപ്പുറത്തെ സ്റ്റോപ്പ് വരെ നടന്നു പോകാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. പക്ഷെ നേർച്ചയുടെ അന്നത്തെ ദിവസം എത്ര സ്റ്റോപ്പ് വേണമെങ്കിലും നമ്മൾ നടന്നു പോകും. ഓരോ ഭാഗങ്ങളിൽ ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ കാണാനായിട്ടാണ് നമ്മളിങ്ങനെ നടന്നു പോവാറുള്ളത്. അപ്പം എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് ഉമ്മാടെ അനിയത്തിയുടെ മോളാണ് കേട്ടോ, ഷിഫാന. അപ്പം അവളുടെ കയ്യിലായിരുന്നു ഫോണ്. അവളാണ് ഓരോ വീഡിയോ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മധുര പലഹാരങ്ങൾ കിട്ടുന്ന സ്റ്റാളുകളും അവിടെ കാണാം. ഇത് മൂത്തത്താടെ മൂന്നാമത്തെ മോളാണ്. അവളുള്ളത് കൊച്ചുപ്പാടെ കയ്യിലാണ് കേട്ടോ. ഉമ്മാടെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ ലൈവായിട്ട് ഓരോരോ കടികളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അണ്ടത്തോട് നേർച്ച എന്നാണ് കേട്ടോ ഇതിനെ അറിയപ്പെടാറ്. പക്ഷെ നേർച്ചയായിട്ട് എനിക്കിതിനെ തോന്നാറില്ല. കാരണം സാധാ ഒരു പ്രോഗ്രാമിൽ നടക്കുന്ന എല്ലാ പരിപാടികളും ഈ നേർച്ചയിലുണ്ടാവും. അത് കാരണം തന്നെ നമുക്ക് നേർച്ച എന്ന് തോന്നാറേ ഇല്ല. എന്നിരുന്നാലും ഇത് നാടിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് എല്ലാവരും എടുക്കാറ്. അന്നത്തെ ദിവസം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എല്ലാ വീട്ടിലും ഒരുപാട് വിരുന്നുകാരൊക്കെ ഉണ്ടാവും കേട്ടോ. അന്ന് തന്നെ ഒരുപാട് നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ദിവസം വരാനായിട്ട് എല്ലാവരും കാത്തിരിക്കാറുണ്ട്. ഓരോരോ നേർച്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ താത്തയും ഉമ്മാൻ്റെ അനിയത്തിയും വീട്ടിലേക്ക് പോയി. കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, ഉറങ്ങിയ കുട്ടികളായിട്ട്. അതുകൊണ്ട് അവർ വീട്ടിലേക്ക് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും മൂത്ത താത്തയും ഉമ്മാൻ്റെ മൂത്ത അനിയത്തിയും മോളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോയില്ല. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ 2 മണി 3 മണി പുലർച്ചെ ആ ഒരു ടൈമിലൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോവാറുണ്ടായിരുന്നത്. പക്ഷേ ഈ നേർച്ചയിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 12 മണി ആകുമ്പോഴേക്കും നല്ല നേർച്ച വരുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നേർച്ചകളൊന്നും ഞങ്ങൾ കണ്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ
വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ വീടിനടുത്ത് ആന വന്നു എന്ന് പറഞ്ഞില്ലേ, അത് വീടിനടുത്തുള്ള ഒരു കാഴ്ചയിലത്തെ ആനയാണ്. അപ്പോൾ ആ കാഴ്ചയാണ് കേട്ടോ ഇതാണ് അവസാനം പള്ളിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പുറപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വീടിൻ്റെ സ്റ്റോപ്പിൽ തന്നെയാണ് ഇവരുള്ളത്. അപ്പോൾ അവരിങ്ങനെ കാഴ്ച വെച്ച് നടന്നു പോവുകയാണ്. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.